ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹോസ്റ്റൽ എസെൻഷ്യൽസ് ആണ്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകേണ്ടതെന്നുള്ള സാധനങ്ങൾ. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് പേര് ചോദിച്ചു, ചേച്ചി എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് ആവശ്യം വരിക എന്നുള്ള കാര്യങ്ങൾ, ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആകും, അവർക്കൊരു ഐഡിയ കിട്ടും. അതായത് പിന്നെ അവർക്ക് പോകുമ്പോൾ തന്നെ അവർക്കെല്ലാം അറേഞ്ച് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഒരു അനുഭവം വെച്ചിട്ടും പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു റഫ് ഒരു ഐഡിയയിൽ അപ്പോൾ നോക്കിയത് വെച്ചിട്ട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്റ്റേഷനറി ഐറ്റംസാണ്. നമുക്ക് വേണ്ടതെന്നുള്ള ബുക്ക്, പേന, പെൻസിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇല്ലേ, വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാൻ ഞാൻ പറയുന്നത്. മസ്റ്റായിട്ടൊരു എസെൻഷ്യലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, കാരണം ഇതൊക്കെ നമ്മൾ എവിടെയും എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാം, അല്ലാണ്ട് വാങ്ങിക്കൊണ്ട് പോകണം എന്ന് തന്നെ ഞാൻ പറയില്ല. അതൊക്കെയല്ലേ. അതേപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഡോക്യുമെൻറ്റ്സ്. ഇപ്പം നമ്മളിപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്, ഇപ്പം മേജർ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് കയ്യിൽ കരുതുക, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമ്മുടെ ഫോണിൽ വെച്ചേക്കാം. എനിക്ക് തോന്നുന്നു ആധാർ, അതൊക്കെ നമ്മുടെ ഈ ആധാറൊക്കെ നമ്മുടെ ഫോണിലുണ്ടാവും. പക്ഷെ അല്ല, ഈ കയ്യിലുണ്ടാവാത്ത സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്നെങ്കിൽ ഒറിജിനൽ സേഫ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ വെച്ചേക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ PDF ഇതൊക്കെ കയ്യിൽ വെച്ചേക്കുക. അതായത് നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കോളേജിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് കൊടുക്കാൻ വരും. എക്സാമിനായാലും അല്ലെങ്കിൽ സ്കോളർഷിപ്പിനായാലും ഒരുപാട് ഡോക്യുമെൻറ്റ്സൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ സാധനങ്ങളൊക്കെ വെച്ചേക്കുക. അപ്പം ഈ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്ത് വെക്കാനായിട്ടൊരു ഫയലും കൂടെ എടുത്ത് വെച്ചേക്കാം. ഫയലിനകത്തിട്ട് നമുക്ക് എല്ലാം കൂടെ എടുത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഒരു ഫയലും കൂടെ വെച്ചേക്കാം. ഞാനിങ്ങനെ ഒരു സെക്ഷനായിട്ടൊന്നും പറയുന്നില്ല, ഞാനിങ്ങനെ കോമൺ ആയിട്ട് എനിക്ക് ഓർമ്മ വരുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞു പോകാം. സെക്ഷനായിട്ട് പറഞ്ഞു തന്നാൽ ഞാനങ്ങനെ സെക്ഷനായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറയാം. പിന്നെ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുന്ന സാധനമാണ് എക്സ്റ്റൻഷൻസ് ആവശ്യം വരും. ചിലടത്ത് നമുക്ക് ഒന്നോ രണ്ടോ പ്ലഗ് പോയിൻറ്റ്സേ കാണുള്ളൂ. അപ്പോൾ നമ്മളിപ്പം റൂം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ആ പ്ലഗ് പോയിൻ്റ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പം നമുക്കിപ്പം ലാപ്ടോപ്പ് ഉണ്ട്, ഫോണുണ്ട് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ചാർജിങ് ബുദ്ധിമുട്ടായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ടേബിളിൻ്റെ അവിടെ അതുവരെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ചാർജർ ലെങ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ്റെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കോഡ് മേടിക്കുക. അപ്പം അത് വേണമെങ്കിൽ നമ്മൾ ചെന്നിട്ട് ഓർഡർ ചെയ്താൽ വാങ്ങിയാലേ മതി, അല്ലെങ്കിൽ കൊണ്ടുപോവുക. ഇപ്പം ഒരുപാട് സാധനങ്ങളൊക്കെ ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ ചിലവർക്ക് എയർപോഡ് അതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് സാധനങ്ങൾ ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. പിന്നെ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് അതായാലും മതി, എന്തായാലും അത് കൊണ്ടുപോയിക്കാം. കാരണം നമ്മൾ ഷെയർ റൂമിലാണെങ്കിൽ എന്തായാലും വേണ്ടി വരും. കാരണം ഇപ്പം നമുക്ക് എല്ലാവരും ഫോൺ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പം മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുതല്ല. അപ്പം ഫോൺ കോൾ ചെയ്യുമ്പോഴായാലും എന്തായാലും മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. അപ്പോൾ എന്തായാലും നമ്മൾ ഹെഡ്സെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് എന്തായാലും കയ്യിൽ വയ്ക്കുക. പിന്നെ നമുക്ക് ബോട്ടിൽസ്, ഇപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ബോട്ടിൽസ് എന്തായാലും എടുത്തു വയ്ക്കാം. അപ്പോൾ അതേപോലെ തന്നെ തെർമോ ഫ്ലാസ്കിൽ ചെറിയ അലൂമിനിയത്തിൻ്റെ കുഞ്ഞ് അപ്പം അതൊക്കെ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്കിപ്പം ചൂടുവെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടാക്കി ഒഴിച്ച് വെച്ചിരുന്നാൽ മതിയല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചൂടുവെള്ളമൊക്കെ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലാസ്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് മെസ്സിൽ ഫുഡ് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഗ്ലാസ്, ഇപ്പം നമുക്ക് ചായ കുടിക്കാനായിട്ട് മെസ്സിലേക്ക് പോകണമെങ്കിൽ ഗ്ലാസ് കൊണ്ടുപോകാം. അപ്പം ചായ ഗ്ലാസ്, പിന്നെ വേണമെങ്കിൽ പ്ലേറ്റ്സ് എടുത്ത് വയ്ക്കുക, സ്പൂണ്, പിന്നെ അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതൊക്കെ എടുത്ത് വയ്ക്കുക. മിനിമം ചിലർക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജനലിടാനായിട്ട് കർട്ടനില്ലേ, കർട്ടനൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാട്ടോ. ഞാൻ ചില കുട്ടികൾക്ക് എനിക്ക് കർട്ടൻ നിർബന്ധമൊന്നുമല്ല, ചിലർക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ, അതായത് ലൈറ്റ് റൂമിലേക്ക് അടിക്കരുതെന്നൊക്കെ ഉള്ളവർ കർട്ടനൊക്കെ കൊണ്ടുപോകാറ്. അല്ലെങ്കിൽ ജനാല പുറത്തുനിന്ന് വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കർട്ടൻസ് നല്ലതല്ലേ. അപ്പം അങ്ങനെ കർട്ടൻസ് വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. ഹോൾഡർ ഇല്ലേ, പെൻ ഹോൾഡർ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം, നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മിററ്
മിക്കവാറും ഹോസ്റ്റലിൽ ചിലപ്പം കാണില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മിററും കൂടെ എടുത്ത് വയ്ക്കാം, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നെയിൽ കട്ട് അത് ആവശ്യമുണ്ട്. പിന്നെ ലോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്ക് എന്തായാലും എടുത്ത് വയ്ക്കാം കേട്ടോ. ലോക്ക് എന്തായാലും നമുക്ക് ഒരു 2-3 ലോക്കെങ്കിലും വെച്ചോളൂ. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങളുടെ ഹോസ്റ്റലാണെങ്കിൽ നമുക്ക് ബെഡ് തരും, പില്ലോ ഞങ്ങൾ മേടിക്കേണ്ടി വരും. അപ്പം ബെഡ്ഷീറ്റ്, പില്ലോ കവർ ഇതൊക്കെ മേടിച്ച് ഇപ്പം ലൈക്ക് നമ്മളിപ്പം ഒരു തണുപ്പുള്ള സ്ഥലത്താണ് പോവുകയാണെങ്കിൽ, ലൈക്ക് നോർത്ത് ഇന്ത്യ ആ ഒരു ഭാഗത്തേക്കാണ് പോവുകയാണെങ്കിൽ വിൻ്റർ ഉണ്ടാകും. അപ്പോൾ വിൻ്റർ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറയ്ക്കാനായിട്ട് നല്ല കംപ്ലീറ്റ് പുതപ്പൊക്കെ വേണം. അപ്പം അതൊക്കെ പറ്റുമെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ വാങ്ങാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ നോക്കുക. അപ്പം നമ്മൾ അവിടെ ഏത് സ്ഥലത്താണോ നമ്മൾ പോകുന്നത് അവിടുത്തെ വെതർ കണ്ടീഷനൊക്കെ നോക്കുക. തണുപ്പുള്ള സ്ഥലമാണോ, ചൂട് കൂടുതലുള്ള സ്ഥലമാണോ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ അങ്ങനത്തെ ക്ലോത്ത്സും കൂടെ കരുതുക. അപ്പം ചില സ്ഥലത്ത് യൂണിഫോം ഉണ്ടാവും. അപ്പം യൂണിഫോം അല്ലാത്ത സ്ഥലത്ത് അവിടുത്തെ ചില യൂണിവേഴ്സിറ്റീസ് കോളേജസിലൊക്കെ റൂൾസ് ഉണ്ടാവും, ഡ്രസ് കോഡൊക്കെ ഉണ്ടാവും. അപ്പം അതനുസരിച്ച് നോക്കിയിട്ട് ഡ്രസ്സ് മേടിക്കുക. പിന്നെ ഇതേപോലെ അവിടുത്തെ തണുപ്പ് സ്ഥലമാണോ, തണുപ്പ് വിൻ്റർ സമ്മർ അതേപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡ്രസ്സൊക്കെ മേടിക്കുക. അപ്പം അപ്പം നമുക്ക് സ്വെറ്റേഴ്സ് ജാക്കറ്റ്സ് ഇതൊക്കെ വേണ്ടി വരും തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുന്നവർക്ക്. അപ്പം രാജസ്ഥാൻ, പഞ്ചാബ്, പിന്നെ എല്ലാം UP, മധ്യപ്രദേശ് ഇവിടെ എല്ലായിടവും പിന്നെ മുകളിലോട്ട് നമ്മൾ നോർത്ത് ഇന്ത്യ ഫുള്ളും. അപ്പം ആ ഭാഗത്തൊക്കെ പഠിക്കാൻ പോകുന്നവർ എന്തായാലും ഈ പറഞ്ഞ സാധനങ്ങളും ഒക്കെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ കുഴപ്പമില്ല, വാങ്ങിയാലും വീട്ടിലുള്ളവർ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചിലവല്ലേ. അപ്പം അത് കൊണ്ടുപോവുക പറ്റുമെങ്കിൽ, അത് മറക്കരുത്. അടുത്ത് ഞാൻ ടോയ്ലറ്ററീസ് പറയട്ടെ. നമുക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് ആവശ്യം വരുന്നത് എന്നുള്ളത്. അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ. ഇപ്പം നമുക്ക് ഫേസ് വാഷ്, ബ്രഷ്, പേസ്റ്റ്, ഇപ്പോൾ നമ്മുടെ ബോഡി വാഷ് ആണെങ്കിൽ അത് കൊണ്ടുപോവാം. പിന്നെ നമ്മുടെ ദേഹം തേക്കുന്ന ലൂഫ അത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ എന്താ നമ്മുടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ആവശ്യമുള്ള സാധനങ്ങൾ, സാനിറ്ററി നാപ്കിൻസിന് ഗേൾസ് ആണെങ്കിൽ അതെടുക്കുക. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഉള്ളത് ബക്കറ്റും കപ്പുമാണ്. ഇപ്പം മിനിമം 2 ബക്കറ്റെങ്കിലും വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ ഒരെണ്ണം നമുക്ക് വാഷ് ചെയ്യാനായിട്ട് എടുക്കാം, ഒരെണ്ണം നമുക്ക് കുളിക്കാനായിട്ട് എടുക്കാം. അപ്പം അങ്ങനെ ഒരു 2 ബക്കറ്റ് എന്തായാലും അതൊക്കെ അവിടെ ചെന്നിട്ട് മേടിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ബക്കറ്റും കപ്പൊക്കെ അത് ഞാൻ ജസ്റ്റ് ഓർമ്മിച്ചതല്ലോ, ഇതൊക്കെ ഉണ്ട് സാധനങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇത് കരുതുക. പിന്നെ നമുക്ക് റൂമിൽ വെക്കാനായിട്ട് എന്തെങ്കിലും വാൾ ഹാങ്ങിങ്സ്, ഹുക്ക് പോലെയില്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത് മേടിക്കാം. പിന്നെ എന്തെങ്കിലും ഓർഗനൈസേഴ്സ്, ഇപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നമ്മുടെ സാധനങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ പ്രൊഡക്ട്സൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സോ അതൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഓർഗനൈസേഴ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മേടിച്ച് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന സാധനങ്ങളാണ്. കുളിച്ച് ഉപയോഗിക്കാനുള്ള ടവൽസ്, പിന്നെ നമുക്ക് തുണി കഴുകാനുള്ള ഡിറ്റർജൻറ്റും അതൊക്കെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. അതെല്ലായിടത്തും കിട്ടും. ഓക്കെ, അപ്പോൾ ഡിറ്റർജൻറ്റ് അതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് തുണി കഴുകാനുള്ള ഡിറ്റർജൻറ്റ്, പിന്നെ അല്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്തിങ്ങനെ തേക്കുന്ന ബ്രഷൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. എന്തൊക്കെ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കാം എന്നുള്ളത്, എന്തൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാകും എന്നുള്ളത് മെയിനായിട്ട് ഇതിലുള്ള കാര്യം എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ കോളേജിലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വ്യത്യാസമാണ്. ഇപ്പം എൻ്റെ ഹോസ്റ്റലിൽ എനിക്ക് കെറ്റിലൊന്നും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല, ഇലക്ട്രിക് സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇപ്പം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അവിടുത്തെ കെയർ ടേക്കർ വാർഡനോട് സംസാരിക്കാം. അപ്പോൾ അവർ നമുക്ക് പെർമിഷൻ തരും. അപ്പം മന്ത്ലി ഇത്ര രൂപ നമുക്ക് പേ ചെയ്യേണ്ടി വരും ഇതൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ. അപ്പം അങ്ങനെ പേ ചെയ്ത് ഉപയോഗിക്കാം. അയൺ ബോക്സ്, പിന്നെ ഇലക്ട്രിക് കെറ്റിൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറല്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതിൽ കൂടെ നമുക്ക് വേണ്ട കുക്കിങ്ങിന്, ഇപ്പം കുക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കുക്കിംഗ് അലൗഡ് ആണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ, സ്പൂണ്, നൈഫ്, കത്തി എന്തായാലും എടുത്ത് വെച്ചോളൂ. സ്പൂണ്, ഗ്ലാസ്, പ്ലേറ്റ്, പിന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകും ഇട്ട് വയ്ക്കാനായിട്ട്
ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് ഇപ്പോൾ പുറത്ത് നല്ല ദൂരെയാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് മിസ് ചെയ്യുന്നത് ഫുഡായിരിക്കും. അപ്പം എന്തെങ്കിലും ഇടയ്ക്ക് നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാനായിട്ട് നമ്മൾ ചിലപ്പം നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും, എന്തായാലും എല്ലാവരും കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പം നമുക്ക് അത് അല്ലാതെ കവറിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എയർ കയറിയിട്ട് തണുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സൊക്കെ എടുത്ത് വയ്ക്കുക. പിന്നെ ഇപ്പം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ട് അച്ചാറുകൾ എടുത്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ, അതായത് കേരളത്തിനുള്ളിൽ താമസിക്കുന്നവർക്ക് അതിലധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ജില്ലയിലൊക്കെ വേറെ ജില്ലകളിലോട്ടാണ് താമസിക്കുന്നത്. പക്ഷേ കേരളത്തിൽ പുറത്തോട്ട് പോകുന്നവർക്കാണെങ്കിൽ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ചാർ എന്ന് പറയുന്നത് വലിയൊരു സർവൈവൽ സാധനമാണ്. അപ്പം അച്ചാർ എടുത്ത് വയ്ക്കാൻ വേണമെങ്കിൽ. പിന്നെ ചിലർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം നമുക്ക് അരി സാധനങ്ങൾ, ഇപ്പം കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം, കഞ്ഞി കുടിക്കണം. പനിയൊക്കെ വരുമ്പം എല്ലാവരും കഞ്ഞി കുടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്, പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കുറച്ചും കൂടെ നമുക്ക് മെനക്കേടാണ്. വെയിറ്റും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ കിട്ടുമല്ലോ, അപ്പം അങ്ങനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുവരാം. അപ്പോൾ ഇടയ്ക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം. പൊടിയരിയൊക്കെ ഇല്ലേ, ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ ഒരുപാട് ആവശ്യം വന്നൊരു സാധനം കേട്ടോ പൊടിയരി. കഞ്ഞിയൊക്കെ പനിയൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ല ഇതാണ് കേട്ടോ. അപ്പം അരി, പിന്നെ അച്ചാർ, അപ്പോൾ ഇതേപോലത്തെ സാധനങ്ങൾ കൊണ്ടുവരിക. പിന്നെ വേറെ സാധനമാണ് മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും മറക്കരുത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ നമ്മുടെ തലവേദന വരുമ്പോൾ നമ്മുടെ ബാമൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ എടുത്തു വയ്ക്കാം. അതൊക്കെ നമ്മൾ തലവേദനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ ബാം എടുത്തു വയ്ക്കുക. പിന്നെ വോളിനി പോലത്തെ സാധനങ്ങൾ അതൊക്കെ ഇല്ല, അതൊക്കെ എടുത്തു വയ്ക്കുക. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഹെൽത്ത് സെൻ്ററുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി തന്നെ നമുക്ക് അവിടെ നിന്ന് മെഡിസിൻസൊക്കെ കിട്ടും. അപ്പം അങ്ങനെ മെഡിസിൻസ് എടുത്ത് കൊണ്ടുപോകാറില്ല. അതായത് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും മെഡിസിൻസ് എടുക്കുക. അതിൽ നിൽക്കുവാണെങ്കിൽ ഹോസ്റ്റലിൽ ഉള്ളിൽ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് പൈസ വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കറിയില്ല എങ്ങനെയാണ്, മോഷണം പോകാനുള്ള സാധ്യതയൊക്കെ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ഭയങ്കര കൂടുതലാണ്. അപ്പം മാക്സിമം ഓൺലൈനായിട്ട് ക്യാഷൊക്കെ വെക്കാൻ ശ്രമിക്കുക. കുറച്ച് പൈസയായിട്ട്, അതായത് നമ്മുടെ ഇൻ ഹാൻഡായിട്ട് കുറച്ച് പൈസയൊക്കെ വെച്ചിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ കാണാണ്ട് പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കറിയില്ല ഇത്രയാണ് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ. എനിക്കറിയില്ല എന്തെങ്കിലും ഇനി ഉണ്ടോ എന്നുള്ളത്. ഞാൻ പെട്ടെന്നൊരു ഊഹത്തിന് എഴുതിയെടുത്ത കുറച്ച് ലിസ്റ്റ് ചെയ്ത സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടേക്കാം. ഇപ്പം അല്ലെങ്കിൽ അറിയാവുന്നവരെന്തെങ്കിലും ഞാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന സാധനങ്ങൾ കൂടെ ഉണ്ട്. അതായത് ഞാൻ പെട്ടെന്നായിരുന്നു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എഴുതിയൊക്കെ എടുത്തതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.